കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ ആരംഭിച്ചു. രാവിലെ 10:30 പരീക്ഷണ പറക്കൽ തുടങ്ങിയത്. കൊച്ചിക്കും ലക്ഷദ്വീപിനും ഇടയിൽ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ദ്വീപ് ടൂറിസം കൂടി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സീ പ്ലെയിൻ സർവീസ് തുടങ്ങിയിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ 12 പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 20 സീറ്റുകളുള്ള ഇരട്ട ടർബോ എഞ്ചിൻ വിമാനമാണ് സർവീസ് നടത്തുക. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള സീ പ്ലെയിൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് ട്രയൽ റൺ 10:03 ആരംഭിച്ചു. 20 സീറ്റുകളുള്ള വിമാനമാണ് പറത്തി നോക്കുന്നത്. ഈ ട്രയൽ റൺ വിജയിക്കുകയാണെങ്കിൽ 12 ട്രയൽ റണ്ണാണ് 3 ദിവസത്തിനുള്ളിൽ പദ്ധതിയിട്ടിരിക്കുന്ന. ട്രയൽ റൺ വിജയകരമാവുകയാണെങ്കിൽ അത് കൊച്ചിയും ലക്ഷദ്വീപും തമ്മിലുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സംഭാവന നൽകുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം കൂടിയായിരിക്കും. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും കൂടി ചേർന്നിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കുന്നത്. അത് ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിലെയും തമ്മിൽ ബന്ധിപ്പിക്കുക, വളരെ വേഗം അവിടേക്ക് യാത്രാ സൗകര്യം ഒരുക്കുക, വിനോദസഞ്ചാര മേഖല കൂടുതൽ പുഷ്ടിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ന് 10:03 വിമാനം ആദ്യത്തെ ട്രയൽ റൺ നടത്തിയിട്ടുള്ളത്. 3 ദിവസങ്ങളിലായി 12 ട്രയൽ റൺ നടത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് വിജയകരമാണെങ്കിൽ ഇത് തുടർച്ചയായി അതല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് തുടർച്ചയായി ഇത്തരത്തിലുള്ള സഞ്ചാര യോഗ്യമായിട്ടുള്ള ഒരു സംവിധാനത്തിനു കൂടിയുള്ള ഇടം ഒരുങ്ങുകയാണ്. എന്തായാലും ട്രയൽ റൺ 3 ദിവസത്തിനുള്ളിലാണ് പൂർത്തിയാക്കുക. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്നും എയർപോർട്ട് അതോറിറ്റിയുടെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന്റെയും നേതൃത്വത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.